നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആക്ച്വലി ഞാൻ കുറേ നേരം ആലോചിച്ചു എന്നെ ഈ ഒരു ടോക്കിന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന്. ഒരു പക്ഷേ ഒരു 10-30 കൊല്ലമായിട്ട് സ്ത്രീകളുടെ രോഗങ്ങളുമായിട്ട് സ്ത്രീരോഗങ്ങളുമായിട്ട് ഇടപഴകി ഇരിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും വളരെ സയൻറ്റിഫിക്കായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഫൈബ്രോമയാൽജിയെ പറ്റി സംസാരിക്കാൻ ഞാനൊരു എക്സ്പേർട്ടല്ല. ഇപ്പം നിങ്ങൾ കേട്ടത് ഓൾറെഡി ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രഘു, പിന്നെ ആയുർവേദ ഡോക്ടർ സംസാരിച്ചു, സൈക്കോളജിസ്റ്റ് സംസാരിച്ചു. എനിക്ക് ഫൈബ്രോമയാൽജിയെ പറ്റി ഒരുപാട് വിശാലമായ ഒരു അനുഭവമൊന്നുമില്ല. 1-2 പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു 3-4 പേഷ്യൻസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൂടെ അവരുടെ ഒപ്പം ഒന്ന് യാത്ര ചെയ്യേണ്ടി വന്ന എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കപ്പിൾ, അതിലെ പെൺകുട്ടിക്ക് ഭയങ്കര പ്രഗ്നൻസി ആയിട്ടാണ് വന്നത്. ആ ഒരു 9 മാസം ആ കുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ആ കുട്ടിയോട് ഒപ്പം എന്ന് മാത്രമല്ല ആ ഹസ്ബൻഡ് വളരെ ഒരു എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടോട്ടലി വിത്ത് ഹെർ ഇൻ എവ്രി സ്റ്റെപ്പ്, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ എനിക്കതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഫൈബ്രോമയാൽജിയ എന്നത് ഒരു അസുഖം തന്നെയാണ്, അതൊരു സൈക്യാട്രിക് ഇൽനെസ് അല്ല. അതിന് സൈക്യാട്രിക് ഓവർലേ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ബേസിക്കലി ഇറ്റ്സ് എ ഡിസീസ്. സോ വി നീഡ് ടു സീ ഇറ്റ് ആസ് എ ഡിസീസ് ആൻഡ് ഗെറ്റ് ദ പേഷ്യൻറ്റ് ട്രീറ്റഡ് ഓർ സപ്പോർട്ട് ദ പേഷ്യൻറ്റ്. അതാണ് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നിഷ ഉദ്ദേശിച്ച മെയിൻ കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു സൊസൈറ്റി ആൻഡ് എന്താ പറയുക ഫാമിലി സപ്പോർട്ട് നിഷയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നില്ല. സൊസൈറ്റിയും കൂടെ ഒന്ന് അവെയർ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ കുട്ടി അന്ന് എനിക്കും അതൊരു എന്താ പറയുക ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം ഗർഭകാലത്ത് വേദനയുടെ മരുന്നുകൾ ബാക്കിയുള്ളതൊന്നും നമുക്കങ്ങനെ കണ്ടമാനം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിയുടെ വേദന റിയൽ പെയിൻ ആയിരുന്നു. ആ കുട്ടിയുടെ വേദന ഞങ്ങളും അനുഭവിച്ചു. ഓരോ ദിവസവും പലപ്പോഴും മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ എനിക്ക് കോൾ വരും. അപ്പം അങ്ങനെ ആ അമ്മയെയും കുഞ്ഞിനെയും സേഫായി രണ്ടാക്കേണ്ട ആ ഒരു ചുമതല അനുഭവിച്ചത് ആ കുട്ടിയോടുകൂടെ ഞാനും കൂടെ കുറച്ച് ഫൈബ്രോമയാൽജിയുടെ വേദന അനുഭവിച്ചു. പക്ഷേ ആ ഡെലിവറി കഴിഞ്ഞപ്പോൾ ആ കുട്ടി കുറച്ചൊന്ന് സമാധാനമായി. പക്ഷേ എങ്കിലും ഇതിൽ കുറച്ച് സൈക്കോളജിക്കൽ ഓവർലേ ഉള്ളത് കൊണ്ട് അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവളത് ഓവർകം ചെയ്തു ആൻഡ് സംഗീതം ആയിരുന്നില്ല, അയാൾ പെയിൻറ്റിങ്ങും ആർട്ടൊക്കെ ആയിരുന്നു അയാളുടെ ഒരു ഹൈ പോയിൻ്റ്. അപ്പോൾ അങ്ങനെ ഒരാളെ എനിക്ക് ഈ അടുത്ത് ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും അതിനെപ്പറ്റി പറയാൻ അറിയില്ല. പക്ഷെ ബേസിക്കലി ഡോക്ടർമാർ പറഞ്ഞ പോലെ എനിക്ക് തോന്നണത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആയിരിക്കും എല്ലാത്തിൻ്റെയും ഒരു ബേസിക് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും അവെയർ ആയിരിക്കണം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത്. ആ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിന് വേണ്ട ഒരു രീതിയിലൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ട്രീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഡോക്ടർ രഘു പറഞ്ഞ പോലെ അങ്ങനെ കാണുകയാണെങ്കിൽ പലപ്പോഴും അത് മാനസികമാണെന്നോ അല്ലെങ്കിൽ അത് അവൾക്ക് പെയിൻ ടോളറൻസ് കുറവാണെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോകാതെ അത് റിയലായിട്ടുള്ള വേദന അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മൾ ഫൈബ്രോമയാൽജിയക്കെതിരെയുള്ള ഈ ഫൈറ്റിൽ പകുതിയല്ല അതിൽ കൂടുതൽ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ ഒരു എന്താ പറയുക ഒരു പ്രോഗ്രാം ഇവിടെ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ, അതായത് നാദബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ഞാനും. അപ്പോൾ I am proud that I am part of the Nadabrahmam team and we could do such a program. So thank you so much.